ആപ്പിൾട്രോണിക്സിൻ്റെ പുതിയ ഒരു സർവീസ് റിലേറ്റഡ് വീഡിയോയിലേക്ക് സ്വാഗതം. A1706 എന്ന് പറയുന്ന 13-ഇഞ്ച് മാക്ബുക്ക് പ്രോ അതിൻ്റെ കീബോർഡ് റീപ്ലേസ് ചെയ്യുന്നതാണ് ഈ വീഡിയോ. അതിൻ്റെ കീബോർഡിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ആപ്പിള് 2015 മുമ്പ് ഇറക്കിയ കീബോർഡുകളെ അപേക്ഷിച്ച് 1706, 1708 മോഡലുകളുടെ കീബോർഡുകൾക്ക് കുറച്ച് പ്രത്യേകതയുണ്ട്. അപ്പോൾ അതിൻ്റെ കീബോർഡ് റീപ്ലേസ് ചെയ്യുന്നതും ഈ കീബോർഡും ആപ്പിള് ഇതിന് മുമ്പ് ഇറക്കിയ കീബോർഡുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ കീബോർഡ് റീപ്ലേസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു നോർമൽ സർവീസാണ്. അതിനകത്തൊരു പ്രത്യേകിച്ചൊരു വീഡിയോയുടെ ആവശ്യമൊന്നുമില്ല. അതൊരു സാധാരണ സർവീസാണ്. സാധാരണ ലാപ്ടോപ്പുകളുടെ എല്ലാം കീബോർഡ് കംപ്ലൈൻ്റ് ആവും. അത് റീപ്ലേസ് ചെയ്യുന്നത് നോർമൽ സർവീസാണ്. അതിനകത്ത് വലിയ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വലിയ സബ്ജക്റ്റുകളൊന്നും തന്നെയില്ല. എന്നാൽ 2015 ശേഷമുള്ള ആപ്പിൾ ഇറക്കിയിട്ടുള്ള മാക്ബുക്കുകളിൽ 2015 തൊട്ട് 2019 വരെ ഇറക്കിയ മാക്ബുക്കുകളിൽ മാക്ബുക്ക് എന്ന് പറയുന്ന മോഡലിലും മാക്ബുക്ക് എയറിലും മാക്ബുക്ക് 13 ഇഞ്ചിനായാലും 15 ഇഞ്ചിനായാലും ആ ഒരു കാലഘട്ടത്തിൽ ഇറക്കിയ മാക്ബുക്കുകളുടെ കീബോർഡ് ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ഒരു മോഡൽ, ബട്ടർഫ്ലൈ കീബോർഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ആ കീബോർഡ് കുറച്ച് വ്യത്യാസമുണ്ട്. അതിന് മുമ്പ് ഇറക്കിയ കീബോർഡും 2019 ശേഷം തിരിച്ച് ഈ ബട്ടർഫ്ലൈ കീബോർഡിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാകുന്നത് കാരണം തിരിച്ച് അവർ പഴയ മോഡൽ ട്രഡീഷണൽ മെക്കാനിസം ഉള്ള കീബോർഡിലോട്ട് തന്നെ പോയി. അപ്പോൾ ഈ ബട്ടർഫ്ലൈ കീബോർഡ് എന്താണ്, അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഒന്നാമത് തേർഡ് പാർട്ടി മാനുഫാക്ചറിങ് ഇല്ലാത്തത് കൊണ്ട് പ്രൊഡക്റ്റിൻ്റെ അവൈലബിലിറ്റി പ്രോബ്ലം ഉണ്ട്. ആപ്പിള് ക്വാളിറ്റി പ്രോഗ്രാം ഇട്ട് കുറേയൊക്കെ വാറണ്ടി പീരീഡിലും അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിൽ ഇറങ്ങിയിട്ടുള്ള മോഡലുകളുടെ എല്ലാം ക്വാളിറ്റി പ്രോഗ്രാമിൽ ആപ്പിൾ റീപ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഫിസിക്കൽ ഡാമേജസോ മറ്റോ ഒന്നും കവർ ആവില്ല. ഈ ലാപ്ടോപ്പിൻ്റെ കീബോർഡ് ഇത് വാട്ടർ ഡാമേജും ആണ്, ഫിസിക്കൽ ഡാമേജും ഉണ്ട്. അപ്പോൾ ഇതൊന്നും ക്വാളിറ്റി പ്രോഗ്രാമിൽ പോവില്ല. ക്വാളിറ്റി പ്രോഗ്രാമിനൊരു ടേംസ് കാണും. ആ ടേംസിന് അകത്ത് വരുന്നുള്ള കംപ്ലൈൻറ്റുകളൊക്കെ ആപ്പിൾ ക്വാളിറ്റി പ്രോഗ്രാമിൽ റീപ്ലേസ് ചെയ്ത് കൊടുത്തു. എന്നാൽ ഈ ഇതുപോലത്തെ ഫിസിക്കൽ ഡാമേജോ വാട്ടർ ഡാമേജോ വരുന്ന കേസിൽ കീബോർഡ് റീപ്ലേസ്മെൻറ്റ് ഈ ബട്ടർഫ്ലൈ കീബോർഡ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഒന്ന്, അതിൻ്റെ ടെക്നോളജി ട്രഡീഷണൽ കീബോർഡ് ലാപ്ടോപ്പുകളിലായാലും മാക്ബുക്ക് 2015 മുമ്പ് ഉപയോഗിച്ച കീബോർഡ് അല്ലെങ്കിൽ 2019 ശേഷം ഈ 2020 തൊട്ട് ഉപയോഗിക്കുന്ന കീബോർഡ്, ഈ കീബോർഡുകളൊക്കെ അപേക്ഷിച്ച് ഈ കാലഘട്ടത്തിൽ ഇറങ്ങിയ 2015 ടു 2019 വരെ ഉള്ള കാലഘട്ടത്തിൽ ഇറങ്ങിയ കീബോർഡുകൾക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ രണ്ട് കീബോർഡ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ്. ആപ്പിൾ ഉപയോഗിക്കുന്ന ബട്ടർഫ്ലൈ കീബോർഡ് മെക്കാനിസം വരുന്ന അല്ലെ ബട്ടർഫ്ലൈ കീബോർഡ് എന്ന് പറയുന്ന കീബോർഡാണിത്. ഇത് പുതിയ പാർട്ടാണ്. ഇത് റീപ്ലേസ്മെൻ്റ് പാർട്ടാണ്. ഇത് സാധാ ട്രഡീഷണൽ കീബോർഡാണ്. ഇത് തമ്മിലുള്ള ടെക്നോളജി ഡിഫറൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ട്രഡീഷണൽ കീബോർഡ് എന്ന് പറയുന്നത്. ഈ ഒരു ടെക്നോളജിയാണ് പൊതുവെ മിക്ക കമ്പനികളുടെയും ലാപ്ടോപ്പുകളിൽ ഉപയോഗിക്കുന്നത്. ഈ ഒരു ടെക്നോളജിയിലുള്ള കീബോർഡാണ്. ഓൾഡ് ടൈപ്പ് കീബോർഡിൽ യാതൊരു വിധത്തിലുള്ള ഇലക്ട്രോണിക് സർക്യൂട്ടുകളും ഇല്ല. ഇതൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. ഇതിനകത്ത് ഈ കീബോർഡ് എല്ലാം തന്നെ ഓരോ സ്വിച്ചായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് ഓരോ കീബോർഡ് പ്രസ് ചെയ്യുന്ന സമയത്തും ഓരോ സിഗ്നൽ മദർ ബോർഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഇലക്ട്രോണിക്സ് കോമ്പണൻസും ഇല്ല. ഇതാണ് ട്രഡീഷണൽ കീബോർഡ്. ഈ ഒരു കീബോർഡ് തന്നെയാണ് എല്ലാ കമ്പനികളും സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. ഈ ഒരു ടൈപ്പ് കീബോർഡാണ്. ഈ കീബോർഡ് ഇതിൻ്റെ ബട്ടൺസ് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുണ്ടാകുന്ന രീതിയിലുള്ള ഒരു കീ അല്ല. ഇത് നമ്മളുടെ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ബട്ടർഫ്ലൈ കീബോർഡ്. ഈ ബട്ടർഫ്ലൈ കീബോർഡിൽ ഇത് വളരെ സോഫ്റ്റാണ്. ഇത് കാണാനും നല്ല ക്യൂട്ടാണ് ഈ കീബോർഡ്. ഈ രണ്ട് കീബോർഡ് തമ്മിലുള്ള വ്യത്യാസം ഇത് കുറച്ച് ഇതുണ്ട്. ഇതിൻ്റെ മെക്കാനിസവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് ബട്ടർഫ്ലൈ മെക്കാനിസമാണ്. ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന ആ ഒരു മെക്കാനിസം അല്ല ഇതിൽ ഉപയോഗിച്ചേക്കുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം, ഈ കീബോർഡ് എക്സ്പെൻസീവാണ്. കാരണം ഈ കീബോർഡിൽ കീബോർഡിൻ്റെ ഫങ്ഷനിങ് തന്നെ വ്യത്യാസമുണ്ട്. ഇത് രണ്ട് കീബോർഡും മദർ ബോർഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. ഇത് രണ്ടും രണ്ട് ടെക്നോളജിയാണ്.
ഈ കീബോർഡിൽ ധാരാളം ഇലക്ട്രോണിക്സ് കോമ്പണൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഒന്നിലധികം ICകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചിട്ട് അതിൻ്റെ സർക്യൂട്ടിൽ ഒരുപാട് ഇലക്ട്രോണിക്സ് കോമ്പണൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കീബോർഡ് വാട്ടർ ഡാമേജ് ആയിക്കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണിക്സ് കോമ്പോണൻസിൽ ഏതെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് ഈ കീബോർഡ് മൊത്തത്തിൽ വർക്ക് ചെയ്യാത്ത ഒരു കംപ്ലൈൻറ്റ് നിലവിൽ ഉണ്ടാകുന്നുണ്ട്. ഈ കീബോർഡിൻ്റെ സിംഗിൾ കീ ആയിട്ട് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിപ്പയർ ചെയ്യാവുന്നതാണ്. പക്ഷേ കീബോർഡ് മൊത്തത്തിൽ ഡാമേജ് ആയിക്കഴിഞ്ഞാൽ റിപ്പയറിങ് ഒരു പരിധിവരെ പോസിബിൾ അല്ല. ഈ കീബോർഡിന് തേർഡ് പാർട്ടി മാനുഫാക്ചറിങ് നിലവിലില്ലാത്തതുകൊണ്ട് ഈ കീബോർഡ് വളരെയധികം കോസ്റ്റ്ലി ആയിട്ടുള്ള കീബോർഡാണ്. മറ്റുള്ള കീബോർഡുകളെ അപേക്ഷിച്ചിട്ട് ഈ കീബോർഡ് വളരെ കോസ്റ്റ്ലിയാണ്. കാരണം ഇതിനകത്ത് ഇലക്ട്രോണിക്സ് കോമ്പണൻസ് ഒക്കെ വരുന്ന ഒരു വലിയ സർക്യൂട്ട് തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് കോസ്റ്റ്ലി ആവാനുള്ള റീസൺ. അപ്പോൾ ഇതാണ് ഈ ട്രഡീഷണൽ കീബോർഡും ബട്ടർഫ്ലൈ കീബോർഡും തമ്മിലുള്ള വ്യത്യാസം. 2019 ആപ്പിൾ ഈ ടെക്നോളജി തന്നെ ഇത് പ്രോബ്ലം കൂടുതലായതുകൊണ്ട്, ഇതിന് കംപ്ലൈൻറ്റ് കൂടുതലായതുകൊണ്ട് ഈ ടെക്നോളജിയിലുള്ള കീബോർഡ് എല്ലാം തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്തു. പിന്നീട് ഇറങ്ങിയിട്ടുള്ള ഒരു ലാപ്ടോപ്പിലും ഈ ടെക്നോളജിയിലുള്ള കീബോർഡ് ഉപയോഗിക്കുന്നില്ല. ഈ മാക്ബുക്കിൻ്റെ കീബോർഡ് റീപ്ലേസ് ചെയ്യുന്നത് കുറച്ച് അധികം സമയമെടുക്കുന്ന പണിയാണ്. പഴയ മോഡലിനെ അപേക്ഷിച്ചിട്ട് ഈ ടൈപ്പ് മോഡലുകൾ, ഈ സി പോർട്ട് വരുന്ന ലാപ്ടോപ്പ് ഡിസസംബ്ലി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഒരുപാട് തരത്തിലുള്ള സ്ക്രൂസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പല സ്ക്രൂസും പല ഡയമെൻഷനുള്ളതാണ്. അപ്പോൾ ആ സ്ക്രൂസ് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് ഇല്ലെങ്കിൽ സ്ക്രൂ മാറിപ്പോയി കഴിഞ്ഞാൽ അതും ഒരു പ്രോബ്ലമാണ്. സി പോർട്ട് വരുന്ന ലാപ്ടോപ്പുകളുടെ സർവീസ് മറ്റ് അവരുടെ നോർമൽ 2015 മുമ്പ് ഇറങ്ങിയിട്ടുള്ള ലാപ്ടോപ്പുകളെ അപേക്ഷിച്ച് വളരെയധികം ഡിഫിക്കൽട്ടാണ്. ഈ മദർ ബോർഡ് ഇത് ഫുൾ ഇൻ്റഗ്രേറ്റഡ് ആണ്. സ്റ്റോറേജ്, റാം എല്ലാം തന്നെ ഇൻ്റഗ്രേറ്റഡ് ചെയ്തേക്കുന്ന ഒരു മദർ ബോർഡാണിത്. ഇതിൽ മദർ ബോർഡ് ഫെയിൽ ആയി കഴിഞ്ഞാൽ മദർ ബോർഡ് റീപ്ലേസ് ചെയ്യേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഡാറ്റ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ടൈപ്പ് മദർ ബോർഡുകളിൽ ഇമ്പോർട്ടൻറ്റ് ഡാറ്റ എപ്പോഴും ബാക്കപ്പ് ചെയ്ത് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പിന് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഡാറ്റ നഷ്ടപ്പെടും. വൈഫൈ മോഡം വരെ ഇതിൽ ഇൻ്റഗ്രേറ്റഡ് ആണ്. ഒരു പാർട്ടും ആഡ് ഓൺ ആയിട്ട് ഇതിനകത്തില്ല. എന്ത് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാലും മദർ ബോർഡ് റിപ്പയർ ചെയ്ത് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇതിൻ്റെ സർവീസ് ഭയങ്കര മറ്റുള്ള മോഡലുകളെ അപേക്ഷിച്ചിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മദർ ബോർഡാണ്. എസ്പെഷ്യലി സി പോർട്ട് വരുന്ന എല്ലാ മോഡലുകളും തന്നെ ആപ്പിളിൻ്റെ പുതിയ ലാപ്ടോപ്പുകളിൽ എല്ലാം തന്നെ ഈ ടൈപ്പ് മദർ ബോർഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ബട്ടർഫ്ലൈ കീബോർഡ് ഇല്ലാത്ത പഴയ മോഡൽ ലാപ്ടോപ്പുകളിൽ കീബോർഡ് മാറാനായിട്ട് ഇത്രയും കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല. മദർ ബോർഡ് റിമൂവ് ചെയ്താൽ കീബോർഡ് മാറാവുന്നേ ഉള്ളൂ. പക്ഷേ ഇതിൽ ഈ ഫാനിൻ്റെ കണക്ഷൻ വരെ കീബോർഡിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ടൈപ്പ് ലാപ്ടോപ്പുകളിൽ കീബോർഡ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഈ കീബോർഡ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഈ ലാപ്ടോപ്പ് പലതരത്തിലുള്ള കംപ്ലൈൻറ്റ്സ് ആണ് കാണിക്കുന്നത്. ഈ പുതിയ മോഡൽ ലാപ്ടോപ്പുകൾ എന്ന് മാത്രമല്ല 2013 തൊട്ടുള്ള മിക്ക ആപ്പിളിൻ്റെ ലാപ്ടോപ്പുകളിലും സ്റ്റിക്ക് ഓൺ ബാറ്ററിയാണ്. അതായത് ബാറ്ററി ഈ മാക്ബുക്കിൻ്റെ ടോപ്പ് കേസിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ ഇതിലിപ്പോൾ കീബോർഡ് മാറണമെന്നുണ്ടെങ്കിൽ ഈ ബാറ്ററി റിമൂവ് ചെയ്യണം. അപ്പോൾ ഈ ബാറ്ററി ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ബാറ്ററി സേഫായിട്ട് റിമൂവ് ചെയ്തെടുക്കണം. ഇത് ഇളക്കുന്ന സമയത്ത് ഡാമേജ് ആകാനുള്ള സാധ്യത കൂടുതലാണ് ഈ ടൈപ്പ് ബാറ്ററി. പഴയ മോഡലുകളിൽ നമുക്ക് ബാറ്ററി കേസിംഗ് പാക്കിലാണ് വരുന്നത്. അത് സ്ക്രൂ ചെയ്താണ് അതിൽ വെക്കുന്നത്. ഇത് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം ഇത് ആപ്പിൾ കീബോർഡ് കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് ചെയ്യുന്നത്, ആപ്പിളിൻ്റെ സർവീസ് സെൻറ്ററിൽ ഈ വിത്ത് ബോഡി ഫുള്ളായിട്ടാണ് മാറ്റിയിട്ട് കൊടുക്കുന്നത്. അതായത് കീബോർഡ്, ബാറ്ററി, ഇതുള്ള ഈ ടോപ്പ് കേസ് ഫുള്ളായിട്ടാണ് ആപ്പിളിൽ റീപ്ലേസ് ചെയ്യുന്നത്. അത്
വാറണ്ടി പീരീഡിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഔട്ട് ഓഫ് വാറണ്ടിയിൽ ഇതൊരു എക്സ്പെൻസീവ് സർവീസാണ് ഈ പോർട്ട് മാറുന്നത്. ഇപ്പം നമ്മളിവിടെ ചെയ്യുന്നത് ഇത് ഫുള്ള് ഡിസ്മാൻഡിൽ ചെയ്ത് ബാറ്ററി ഉൾപ്പെടെ സേഫായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം കീബോർഡ് മാത്രമായിട്ടാണ്. അപ്പോൾ ഏറ്റവും ലോ കോസ്റ്റിലുള്ള സർവീസാണ് നമ്മൾ ആപ്പിളിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം എന്ത് പാർട്ടാണോ പോകുന്നത് ആ പാർട്ട് മാത്രമായിട്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ ബാറ്ററി റിമൂവ് ചെയ്തെടുത്തു. ഈ രീതിയിലാണ് പുതിയ മോഡലിൻ്റെ ബാറ്ററി വരുന്നത്. ഇത് ഈ ബാറ്ററി സെല്ല് ഈ ബോഡിയിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള റിപ്പയറിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്. ഡാമേജ് ആവുന്ന സമയത്ത് ഇളക്കി മാറ്റുന്നതിന് കുഴപ്പമില്ല, എന്നാലും റിപ്പയറിംഗ് സമയത്ത് നമ്മളത് ഡാമേജ് ആകാതെ ഇളക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ട് ഉള്ള ഒരു വർക്കാണ്. ഈ ടൈപ്പ് ലാപ്ടോപ്പുകളിൽ കീബോർഡ് മാറുന്നതിന് മുമ്പ് ഇതിൻ്റെ കീബോർഡ് കംപ്ലൈൻറ്റ് കൺഫേം ചെയ്യണം. മദർ ബോർഡിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണോ കീബോർഡിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണോ എന്ന് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മദർ ബോർഡ് നമ്മൾ ഇതിപ്പോൾ 1706 തന്നെ ലാപ്ടോപ്പാണ്. അപ്പോൾ ഈ ലാപ്ടോപ്പിലോട്ട് നമ്മൾ മദർ ബോർഡ് വെച്ചിട്ട് ഇതിൻ്റെ കംപ്ലൈൻറ്റ് കീബോർഡിൻ്റെ തന്നെയാണ് എന്ന് കൺഫേം ചെയ്യാനുള്ള മാർഗ്ഗം ഇതേ ഉള്ളൂ. പഴയ മോഡലുകളിലാണെങ്കിൽ നമുക്ക് കീബോർഡ് കണക്ട് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിന് ലെങ്ത് ആയിട്ടുള്ള കേബിൾ ഉള്ളത് കാരണം കീബോർഡിൻ്റെ കംപ്ലൈൻ്റ് ആണോ അല്ലയോ എന്ന് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് ലാപ്ടോപ്പ് തുറന്നിട്ട് ഈ കണക്ടർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡ് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു മോഡലിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. കാരണം അതിന് കേബിൾ ഇല്ലാത്തത് കൊണ്ടും അതിൻ്റെ കേബിൾ കണക്ട് ചെയ്തേക്കുന്ന മെത്തേഡ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ പുറത്തു നിന്നൊരു കീബോർഡ് കണക്ട് ചെയ്ത് നോക്കാൻ ബുദ്ധിമുട്ടാണ് ഇതിനകത്ത്. അപ്പോൾ ഈ മദർ ബോർഡ് ഈ ലാപ്ടോപ്പിലോട്ട് വെച്ചിട്ട് ഇത് ഫങ്ഷനിങ് ആണോ കീബോർഡിൻ്റെ തന്നെ ആണോ കംപ്ലൈൻ്റ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇത് കീബോർഡ് മാറാനായിട്ട്. ഇനി ഈ ഫ്രെയിമിൽ നിന്ന് ഈ കീബോർഡ് ഊരിയെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ക്രൂ ഉണ്ട്, എന്നാൽ പോലും ബാക്കിയെല്ലാം ഈ ഫ്രെയിമിൽ പഞ്ച് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ സ്ക്രൂ റിമൂവ് ചെയ്യണം, പിന്നെ പഞ്ചിങ് സേഫായിട്ട് റിമൂവ് ചെയ്തെടുക്കണം. ഈ കീബോർഡ് ഡാമേജ് ആകാനുള്ള മെയിൻ കാര്യം ഇത് വാട്ടർ ഡാമേജ് തന്നെയാണ്. നോർമലി ഈ കീബോർഡിനകത്ത് ഈ ടൈപ്പ് കീബോർഡിനകത്ത് വാട്ടർ കണ്ടൻറ്റ് പോയി കഴിഞ്ഞാൽ ഇത് കാലക്രമേണ ഫെയിലാവും. ഇതിനകത്ത് ഇതാണ്ട് ഈ ഇവിടെ വാട്ടർ കണ്ടൻറ്റ് പോയതിൻ്റെ സൈൻസ് ഉണ്ട്. അപ്പോൾ ഈ കീബോർഡ് ഫെയിലാവാനുള്ള മുഖ്യ കാരണം വാട്ടർ ഡാമേജ് തന്നെയാണ്. ഇവിടെ എല്ലാം കൊറോഷൻ ആയിട്ടുണ്ട്. കൊറോഷൻ ആകുമ്പോൾ ഇത് ഇലക്ട്രോണിക് സർക്യൂട്ടുള്ള ബോർഡ് ആയതുകൊണ്ട് PCB ഡാമേജ് ആവും, സർക്യൂട്ട് ഫെയിൽ ആവും. അപ്പോൾ ബട്ടർഫ്ലൈ കീബോർഡുള്ള ലാപ്ടോപ്പുകൾ വാട്ടർ ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുന്നത് അത് ഉപയോഗിക്കുന്നവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകാൻ കാരണമാകും. ഇതിൻ്റെ കീബോർഡ് റീപ്ലേസ്മെൻറ്റ് ഫിനിഷായി. ഈ കീബോർഡ് നമ്മളിതിൽ റീപ്ലേസ് ചെയ്തിരിക്കുന്നത് ഒറിജിനൽ അതേപോലെ തന്നെ യാതൊരുവിധ ലിമിറ്റേഷൻസും ഇല്ലാതെ ഇത് നല്ല പെർഫെക്റ്റായിട്ട് ഇത് മാറി എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. ആ രീതിയിൽ ആ ഫിനിഷിങ്ങിലാണ് നമ്മളിവിടെ ഇത് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഒറിജിനൽ കീബോർഡും കൂടെയാണ്, അതുകൊണ്ട് നല്ല നീറ്റായിട്ടാണിത് ഇരിക്കുന്നത്. നല്ല ഫിനിഷിങ്ങിലാണ്, അതായത് പാംബ്രസിനോട് ചേർന്ന് തന്നെ നല്ല ക്യൂട്ടായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ് കുറച്ച് മറ്റുള്ള ലാപ്ടോപ്പുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ കീബോർഡ് റീപ്ലേസ്മെൻറ്റ് കുറച്ച് ബുദ്ധിമുട്ടാണ്, വർക്കും കൂടുതലാണ്. കാരണം ഇതിൻ്റെ ഫിറ്റിങ്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ഇത് റിമൂവ് ചെയ്ത് ഫിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ഈ മാക്ബുക്കിൻ്റെ ബട്ടർഫ്ലൈ കീബോർഡ് വരുന്ന എല്ലാ മോഡലിൻ്റെയും റീപ്ലേസ്മെൻറ്റ് പാർട്ട് ഇവിടെ ഞങ്ങൾക്കിവിടെ അവൈലബിൾ ആണ്. ഈ ബട്ടർഫ്ലൈ കീബോർഡ് വരുന്നതിനകത്ത് കൂടുതലായിട്ട് കണ്ടിരുന്ന വേറൊരു ഇഷ്യൂ ആണ് നമ്മൾ സെൻസിറ്റിവിറ്റി ഇഷ്യൂ. അതായത്
കീയിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നമ്മൾ ജസ്റ്റ് നോർമലി പ്രസ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സിൽ കീ വർക്ക് ചെയ്യാതിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ തന്നെ 1, 2 മൾട്ടിപ്പിളായിട്ട് ആ പിന്നെ കീ വർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ്, അല്ലെങ്കിൽ കീ ഇളകി പോവുക, ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസിന് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കീ റിപ്പയറിംഗ് ഓപ്ഷനും അവൈലബിൾ ആണ്. കുറേ കേസുകളൊക്കെ ഈ കീബോർഡിന് കംപ്ലൈൻറ്റ് വരുന്നത് മറ്റുള്ള കീബോർഡുകൾക്ക് റിപ്പയറിംഗ് ഓപ്ഷൻ അവൈലബിൾ അല്ല. പക്ഷേ ഈ കീബോർഡിന് ചെറിയ ചെറിയ ഇതുപോലത്തെ 1, 2 കീസൊക്കെ പ്രോബ്ലം വരുന്നതൊക്കെ റിപ്പയർ ചെയ്തെടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഈ കീബോർഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. 2015 മുതൽ 2019 വരെയുള്ള എല്ലാ മോഡലിൻ്റെയും ബട്ടർഫ്ലൈ കീബോർഡ് ഞങ്ങൾക്കിവിടെ അവൈലബിൾ ആണ്. ആപ്പിൾ പ്രൊഡക്റ്റുകളുടെ റിപ്പയറിംഗ് സംബന്ധമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.